അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതപരമായ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതല്ലാത്ത മേഖലകളിൽ പ്രവർത്തിച്ചവരും അവരുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. എന്നാൽ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു. അധികം ആരിലേക്കും അതെത്തിയിട്ടില്ല. സംസ്ഥാന തലം മുതൽ യൂണിറ്റ് തലം വരെയുള്ള ആളുകളിലേക്ക് അതെത്തേണ്ടതുണ്ട്. ഇനിയും കോപ്പികൾ അടിക്കേണ്ടതുണ്ട്. പലരും പണം മുൻകൂട്ടി നൽകിക്കൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരിലേക്കൊന്നും സാധനം എത്തിയിട്ടില്ല. അപ്പോഴേക്കും ആ പുസ്തകത്തിന്റെ പേരിൽ അസ്വസ്ഥരാകുന്ന, ഭയപ്പെടുന്ന ഒരുപാട് പേര് അവർക്കൊക്കെ ഹാലളകി തുടങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ ആത്മകഥ ഇറങ്ങുന്നതിന് മുമ്പ് അസ്വസ്ഥരായിട്ടുള്ള, ആ ആത്മകഥയെ ഭയപ്പെട്ടിട്ടുള്ള ഒരാളെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥയെ ഭയപ്പെട്ടതുപോലെ അതിൽപ്പെട്ട ഒരാളാണ് മുൻ ജഡ്ജി കൂടിയായിരുന്ന കമാൽ പാഷ. ആമുഖം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൂപ്പരുടെ വിശേഷങ്ങള് ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഒരു മാധ്യമപ്രവർത്തക അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒരു പേജിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, വാട്സാപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർക്ക് സ്റ്റാൻഡേർഡിനെ കുറിച്ച് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ട് വളരെ അടുപ്പം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ഇവിടെ കാക്കനാടുള്ള സ്ഥാപനത്തിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തോടൊപ്പം ഒക്കെ അങ്ങനെ കഴിഞ്ഞതാണ്. പല പ്രാവശ്യമായിട്ട് പിന്നെ എന്നെ അവിടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രോഗ്രാംസിന് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ സമയമില്ലാത്തതുകൊണ്ടും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങ് ഒഴിവാക്കുകയാണ് പതിവ്. കാന്തപുരം ഉസ്താദിന്റെ ഒരു ശൈലി വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും പ്രതികാരം ചെയ്യാൻ കാന്തപുരം ഉസ്താദ് പോകാറില്ല. എതിർക്കുന്നവരെയാണ്, വിമർശിക്കുന്നവരെയാണ്, കുറ്റം പറയുന്നവരെയാണ് ഉസ്താദിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ മുൻഗണന കൊടുക്കാറുള്ളത്. കാരണം ശൈഖുന കാന്തപുരം ഉസ്താദ് ഒരു പ്രതികാര ജീവി അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അദ്ദേഹം വരുന്നുണ്ട്. അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞ് 2 ദിവസം മുമ്പ് എന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചാണ്. ഇതുപോലെ ഈ ചതുവും കാണിച്ച് വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ത് ചതിയാണ് കാണിച്ചതെന്ന് താങ്കളൊന്ന് പറയണേ, അറിയാൻ താല്പര്യമുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക്, അവിടെ മർക്കസിലേക്ക് എന്നെ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു കോളേജ്, ഏതാണ്ട് ലോ കോളേജ് ഏതാണ്ട് ഈ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്കോ എവിടെ, ആ വയനാട്ടിൽ ആ ഭാഗത്ത് എവിടെ ഉണ്ട്, അടിമാലി എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് അവിടേക്കും എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുള്ളതുകൊണ്ട് ഞാൻ അത് ബുദ്ധിപൂർവ്വം ഞാനങ്ങ് ഒഴിവാക്കിയതാണ്. ഞാൻ ഇതൊന്നും പറയാൻ നിന്നതല്ല. ഞാൻ ഇപ്പോഴും ഇത് പറയത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടായത് പറയാനിടയായത്. ഭയങ്കര ബുദ്ധിയാ. എവിടെയാണ് ലോ കോളേജ് ഉള്ളതെന്ന് മൂപ്പർക്കറിയില്ല. എന്നാലോ അറിയാത്ത സ്ഥാപനത്തിൽ സാമ്പത്തിക അഴിമതി ഉണ്ടെന്ന് മൂപ്പർക്കറിയാം. ഇത് അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന, അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരാളെ എഴുതി വെക്കുന്നതല്ലേ, അത് റെക്കോർഡായിട്ടെന്നും ഇരിക്കുമല്ലോ, സാരമുള്ളതല്ല. ഇനി അതിൻ്റെ സത്യസ്ഥിതി മുഴുവനായിട്ട് ഞാൻ വിവരിച്ച് എൻ്റെ സർവീസ് സ്റ്റോറി ഉണ്ട്, അതിനകത്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് വേണ്ടാന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇനി അത് വൃത്തിയായിട്ടങ്ങ് എഴുതും. കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥയിൽ കമാൽ പാഷയെ സംബന്ധിച്ച് എഴുതിയപ്പോ മാറ്റി വെക്കാമെന്ന് കരുതിയ കേസ് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ഇനിയിപ്പം താങ്കൾ സർവീസ് സ്റ്റോറിയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. അത് ചേകന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണോ, അതെല്ലാം മറ്റു വിഷയങ്ങൾ കൂടിയുണ്ടോ? അല്ല, അന്ന് നടന്നേക്കുന്ന, എൻ്റെ കോടതി നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാറുണ്ട്. ബാക്കി എല്ലാ കേസിലും എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കേസിനകത്ത് എഴുതി വെക്കും. അതെന്തോ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമേ എഴുതുള്ളൂ, കള്ളം ഒന്നും എഴുതത്തില്ല. ഇത് പറയുമ്പോൾ തന്നെ ബുദ്ധിയുള്ളവർക്കറിയാം കമാൽ പാഷ എന്താണ് താങ്കൾ കൂട്ടിച്ചേർക്കുക എന്ന പേരിൽ നടത്താൻ പോകുന്നതെന്ന്. അതായത് ഞാനിവിടെ CBI ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഈ കേസ് വന്നതാണ്. അപ്പോൾ ആ കേസ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചേകന്നൂരിൻ്റെ ഭാര്യ, അത് കൊലക്കേസാണ് വന്നേക്കുന്നത്. അന്ന് അത് ചേകന്നൂരിൻ്റെ ഭാര്യ അതിലൊന്നാം സാക്ഷിയാണ്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ വളരെ വിശദമായിട്ട് അവർ മൊഴി തരികയാണ്. അതിനകത്ത് തരുന്നതെല്ലാം നമ്മുടെ കാന്തപുരം മുസ്ലിയാർക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ആ മൊഴി എടുത്ത് നോക്കിയാൽ അറിയാം, ചീഫ് എക്സാമിനേഷൻ മുഴുവനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ 1-2 സാക്ഷികളെയും വിസ്തരിച്ചു. അവരെല്ലാം ഇതേപോലാണ്. കാരണം ഇദ്ദേഹം
ഈ ചേകന്നൂരിനെ ഇത് കൊല്ലുന്നവൻ ഷഹീദാകും എന്നുള്ള ഒരു എക്സോർട്ടേഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്തിനാണ് കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർത്തത്? ഞാൻ കേട്ടിട്ടൊന്നുമില്ല, എനിക്കറിയാൻ വയ്യ. ഭാര്യയുടെ മൊഴിയുണ്ട്, വേറെ ആരാണ്ടൊക്കെ മൊഴിയുണ്ട്, 1-2 പേരുടെ മറന്നുപോയി. ബാക്കി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള 2004-5 ആണ്. അത് കാരണം എനിക്ക് മുഴുവനായിട്ട് ഓർമ്മയില്ല. 2005 എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്പം നിയമാനുസരണം ഇതുപോലെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ പ്രതിയല്ലെങ്കിൽ അയാളെ നമ്മുടെ ക്രിമിനൽ നടപടി നിയമം ഈ 319 വകുപ്പ് അനുസരിച്ച് പ്രതിയാക്കണം. അത് പ്രതിയാക്കി. ആരാണ് കാന്തപുരം ഉസ്താദിനെ പ്രതിയാക്കിയത്? ഒരു ജഡ്ജിയാണെന്ന് ഓർക്കണം. ചേകന്നൂർ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചേകന്നൂരിന്റെ ഭാര്യ പറഞ്ഞു പോലോ, ചേകന്നൂരിനെ കൊല്ലുന്നവർക്ക് ഷഹീദിന്റെ രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടുമെന്ന് കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് മൊഴി കൊടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാന്തപുരം ഉസ്താദിനെ പ്രതിയാക്കപ്പെട്ടു. എന്നാൽ ഈ കമാൽ പാഷ ആദ്യം ചെയ്യേണ്ടത് എന്താ? അങ്ങനെ കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ വോയിസ് എനിക്ക് കൊണ്ടുതരൂ, ഞാനത് കേൾക്കട്ടെ. അങ്ങനെ കേട്ടതിന് ശേഷമാണ് ഈ പരാതിക്ക് കഴമ്പുണ്ടോ എന്ന് നോക്കേണ്ടത്. ഇത് അദ്ദേഹം തന്നെ പറയുന്നു. കാന്തപുരം ഉസ്താദിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെങ്കിലും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പ്രതിയായി ചേർക്കുമ്പോഴും ഞാനത് കേട്ടിട്ടില്ല. മൂപ്പർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം വേറെയാണ്. അത് അദ്ദേഹം തന്നെ തുറന്നു പറയും, നമുക്ക് കേൾക്കാം. എനിക്കിപ്പോൾ ഈ കാന്തപുരം എന്ന് പറയുന്നത് ആരാന്ന് പോലും എനിക്കറിയില്ലെന്ന്, ഇത്രയും വലിയ ആളാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. 4 ആളെ പോലും തികച്ച് കേരളത്തിലുള്ള ഒരൊറ്റ യൂണിറ്റിൽ നിന്നും അനുയായികളെ തെരഞ്ഞു പിടിച്ചാൽ കാണാത്ത ചേകന്നൂരിന്റെ ഭാര്യയുടെ പേര് വളരെ കൃത്യമായി നമ്മുടെ കമാൽ പാഷക്കറിയാം, അവരുടെ ഹിസ്റ്ററിയും അറിയാം. എന്നാൽ 2005 ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ ഇദ്ദേഹത്തിന് അറിയില്ല. കാരണം ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പത്രം വായിക്കുന്ന ശീലം ഇദ്ദേഹത്തിനില്ല, വാർത്താ മാധ്യമങ്ങൾ നോക്കുന്ന ശീലം ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം തെക്കൻ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടുകാരനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ ഞാനെങ്ങനെ അറിയും എന്ന് ഇദ്ദേഹം ചോദിക്കുകയില്ല. തെക്കൻ കേരളത്തിലേക്ക് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് വന്നിട്ടില്ല എന്ന നുണയും തട്ടിവിടൂല. അല്ലെ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുപ്പം വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന ആളാണ്, അതായത് കേരളത്തിന്റെ അങ്ങേയറ്റം തെക്കേ അറ്റത്തു നിന്നാണ്. അങ്ങോട്ടൊന്നും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ആർക്കും അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല, ഒരു ബന്ധവുമില്ല, അവിടെ അങ്ങനെ വന്നിട്ടുമില്ല. ഇദ്ദേഹം പത്രം വായിക്കാത്തത് കൊണ്ടാണ്, വാർത്താ മാധ്യമങ്ങള് നോക്കാത്തത് കൊണ്ടാണ്. കോഴിക്കോട് ജഡ്ജിയായി ഇരുന്നിട്ടും ഇദ്ദേഹത്തിന് ഷെയ്ഖുന കാന്തപുരത്തെ കുറിച്ച് അറിയില്ല. അറിയുന്നത് ചേകന്നൂരിന്റെ ഭാര്യയെ മാത്രം. പത്രം വായിക്കാത്തത് കൊണ്ടാണ്, വാർത്തകൾ കേൾക്കാത്തത് കൊണ്ടാണ്. കേട്ടിരുന്നെങ്കിൽ 1989 എറണാകുളത്ത് നടന്ന പ്രസിദ്ധമായ സമ്മേളനത്തെ കുറിച്ച് ഇയാൾക്ക് അറിയാതെ വരുമോ? തെക്കൻ കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്ന് ഇദ്ദേഹം കളവ് പറയുമോ? പറയില്ല. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഗൂഢാലോചന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനുമായിട്ടൊരു ഗൂഢാലോചനയില്ല ആരും. എനിക്ക് പിന്നെ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചുള്ള ഗൂഢാലോചനയ്ക്ക് അറിയാൻ വയ്യ എന്തുവാന്ന്. അതുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെയും കാര്യമല്ല, നിയമം അനുസരിച്ച് ചെയ്തതാണ്. ചേകന്നൂർ കേസിൽ ഷെയ്ഖുന കാന്തപുരത്തെ പ്രതി ചേർത്തു. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ നമുക്ക് അറിയോ നോക്കാം. ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഗൂഢാലോചന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും. എനിക്ക് രണ്ടും നിങ്ങൾ തന്നെ പറയാ. എന്തായിരിക്കും ഈ ചേകന്നൂർ കേസിനപ്പുറത്ത് താങ്കളുമായുള്ള ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണം? അതറിയത്തില്ല. ചിലപ്പോൾ ഈ ഇടതുപക്ഷക്കാരെ ഞാൻ ഒരുപാട് വിമർശിക്കാറുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിമർശിക്കുന്ന, അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണെന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് വല്ല രാഷ്ട്രീയ ലക്ഷ്യം വെച്ചോണ്ടായിരിക്കും. അതൊന്നും ഈ പ്രശ്നമല്ലെന്ന് തന്നെ. ഇപ്പൊ പറയുന്നു ഇടതുപക്ഷത്തെ നന്നായി എതിർക്കുന്ന ആളാണ് താങ്കള്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാരണം കൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി താങ്കളെ കുറ്റപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ തന്നെ പറയാ. വല്ലാത്ത ജാതി.
അപ്പോൾ ഞാൻ 319 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രതിയാക്കി. അത് ശരിയായ ഒരു ഉത്തരവായിരുന്നു ആ പ്രതിയാക്കിയത്. വളരെ നല്ല ഒരു ഉത്തരവാണ്. ഒരിക്കലും എൻ്റെ ഉത്തരവുകൾ ശരി എന്ന് ഞാൻ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് പറയത്തുമില്ല. ഞാൻ ഈ കേസ് ഫയലൊന്നും നേരത്തെ എടുത്ത് വെച്ച് പഠിക്കത്തൊന്നുമില്ല. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഓർഡർ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി പോയി. അന്ന് ഇരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി വളരെ വികലമായ ഒരു ഉത്തരവ്, അതായത് അത് തെറ്റാണ്, അതായത് ആ നിയമവശം ശരിയായിട്ട് മനസ്സിലാക്കാതുള്ള ഒരു ഓർഡറാണ് അത് എഴുതിയിട്ട് എൻ്റെ ഉത്തരവിനെ അസ്ഥിരപ്പെടുത്തി. എനിക്കത് പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. അതിൻ്റെ കാന്തപുരം ഉസ്താദിനെ കമാൽ പാഷ പ്രതി ചേർത്തത് ശരിയല്ല. നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് കമാൽ പാഷ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കാന്തപുരം ഉസ്താദിനെ ചേകന്നൂർ തിരോധാന കേസിന്റെ പേരിൽ പ്രതിയാക്കിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ട ഹൈക്കോടതി കമാൽ പാഷയുടെ വിധി അസ്ഥിരപ്പെടുത്തിയപ്പോ ഇദ്ദേഹം പറയാ ആ ജഡ്ജിയെ സംബന്ധിച്ച്. അതൊന്ന് നമുക്ക് കേട്ടുവെക്കാം. അപ്പൊ എൻ്റെ കൂടെ പണ്ട് മുതലേ വിരോധമുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയുണ്ട്. എൻ്റെ കൂടെ വിരോധമാണ്. എന്തിനാ വിരോധമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ മൂത്ത് നരച്ച് വന്നതിൻ്റെ ആ മനപ്രയാസം കൊണ്ടായിരിക്കാം, എന്തോ വേറെ ചില കാര്യമുണ്ട് അതിനകത്ത്. കാരണം അത് ഒരു ചെറിയ വർഗീയ പ്രശ്നം കൂടെ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടായിരിക്കും. ഇദ്ദേഹത്തിനോട് വൈരാഗ്യമുണ്ടായിട്ടാണ് പോലും, ഇദ്ദേഹത്തിനോട് വിരോധമുണ്ടായിട്ടാണ് പോലും ഹൈക്കോടതി ജഡ്ജ് കാന്തപുരം ഉസ്താദിന് അനുകൂലമായി വിധി പറഞ്ഞത്. അപ്പൊ ഏതായാലും അദ്ദേഹം ഇതിനകത്ത് എടുത്തു വെച്ചിട്ട് സീനിയർ സ്പെഷ്യൽ ജഡ്ജ് ലൈക്ക് കമാൽ പാഷ എന്ന് പറഞ്ഞ എൻ്റെ പേരെഴുതി ആ ഓർഡറിനകത്ത് വെച്ച് ഇങ്ങനെ വോട്ട് നോട്ട് ഓഫ് പാസ്ഡ് സച്ച് ആൻ ഓർഡർ. എന്താ കാരണം എന്നറിയാം? അതിനകത്ത് എഴുതിയേക്കുന്ന റീസണിങ് ഇതാണ്: ഈ സാക്ഷികളെ ക്രോസ് വിസ്തരിക്കാനായിട്ട് ഞാൻ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അവസരം കൊടുക്കാതാണ് ഇദ്ദേഹത്തെ പ്രതിയാക്കിയത്. അതുകൊണ്ട് അത് എവിഡൻസ് ആകുന്നില്ല എന്നുള്ളത് ശരിയാണ്. ആരോപണങ്ങളേ ഉള്ളൂ, എവിഡൻസ് ഇല്ല. എന്ത് പോയത്തമാണ് ഇയാൾ പറഞ്ഞത്? ഈ പോയത്തത്തിൽ നിന്ന് എന്ത് സന്ദേശമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇയാൾ നൽകുന്നത്? രണ്ട് ജഡ്ജിമാർ തമ്മിൽ പാരവെച്ചതിന്റെ പേരിൽ, രണ്ട് ജഡ്ജിമാർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യമുള്ളതിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ നീതി ലഭിക്കേണ്ട ആളുകൾക്ക് നീതി ലഭിക്കാതെ പോകും എന്നൊരു സന്ദേശം കൂടിയല്ലേ ഇദ്ദേഹം കേരളത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ, നീതി ലഭിക്കേണ്ട ജനങ്ങൾ ഏത് കോടതിയാണ് വിശ്വസിക്കുക? ഇദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തിരുന്നയാള് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഒന്നും അറിയാത്ത നമ്മളെ പോലെയുള്ളവർ എന്താണ് കരുതേണ്ടത്? ശൈഖുന കാന്തപുരം ഉസ്താദിനെ കമാൽ പാഷക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ അത്രയൊന്നും അന്ന് പ്രസിദ്ധനല്ലാത്ത കാന്തപുരം ഉസ്താദിന്റെ മകനെ നന്നായിട്ടറിയാം. കാരണം എന്താ? മൂപ്പർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ കാന്തപുരത്തിന്റെ മകൻ വാദിയായിട്ട് ഒരു കമാലിയ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് ഒരു കേസ് കൊടുത്തു. അതിനകത്ത് എന്നെയും കൂടെ പ്രതിയാക്കി. ഞാൻ ആ ട്രസ്റ്റിൽ അംഗമാണെന്നാണ് ആരോപണം. അതുകൊണ്ട് വാപ്പാൻ അറിയില്ല, മോനെ കമാൽ പാഷക്ക് നന്നായിട്ടറിയാം. കമാൽ പാഷയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എല്ലാരെയും കമാൽ പാഷക്ക് നന്നായിട്ടറിയാം. കമാൽ പാഷ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ആരെയും കമാൽ പാഷക്ക് അറിയുകയുമില്ല. പത്രം വായിക്കാനിട്ടാണ്, വാർത്താ ചാനലുകളൊന്നും പരിശോധിക്കാത്ത നിങ്ങളൊന്നും വിചാരിക്കണ്ട. കമാൽ പാഷ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. കമാലിയ എന്ന സ്ഥാപനം ഇദ്ദേഹത്തിന് അറിയില്ല. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചു ആ മെമ്മോയ്ക്ക്. ഞാനിത് എഴുതി കൊടുത്തു. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഈ ട്രസ്റ്റിനെ എനിക്കറിയാൻ വയ്യ, ഇതാണ് സംഭവം, ഒന്നുമില്ല, ഞാൻ ഇതുമായിട്ടൊരു ബന്ധം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പം അത് മാത്രമല്ല, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്തത്. അപ്പോൾ ഇത് കൊടുത്തപ്പം അങ്ങനെയൊക്കെ തന്നെ എനിക്ക് മെമ്മോ ഓഫ് ചാർജസ് തന്നിട്ട് എടുക്കാനായിട്ട് അന്നത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം മലയാളിയൊന്നുമല്ല, പിന്നെ അത് ഒരു തീരുമാനമായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് സമാനം ചോദിക്കണം. അപ്പോൾ ആദ്യമേ സമാനം പോലും ചോദിച്ചില്ല, ആദ്യം ചോദിച്ചില്ല. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ ഈ സമാധാനം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കൊടുത്തു. അദ്ദേഹം അവിടെ പോയിട്ടുമില്ല. ഞാനും വൈഫും ഉണ്ട്. ഞങ്ങളെ ഒരു കാറിനകത്ത് കയറ്റി
ഇവിടെ കൊണ്ടുവരും. ഈ വലിയൊരു കെട്ടിടം നോക്കിയപ്പോൾ നല്ല മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 350 ബെഡും ഒക്കെ ഉണ്ട്, ആളുകളൊക്കെ കിടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ്. അപ്പോൾ പറഞ്ഞ് ഇതാണ് കാര്യം, ഇതാ മെഡിക്കൽ കോളേജ്. അപ്പം അപ്പോൾ ഇത് നന്നായിരിക്കട്ടെ. ഞാൻ പറഞ്ഞ കൊള്ളാം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ല സ്ഥാപനം. അതാണ് ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ കയറിയതാ അറിഞ്ഞൂടാത്ത സ്ഥാപനത്തില്. സ്പ്രൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാനത് കഴിക്കാത്തതാ. സ്പ്രൈറ്റ് ഒഴിച്ച് അത് ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് 2 പേർ കൂടി ഇത് മതി എന്ന് പറഞ്ഞൊരു പേപ്പർ കപ്പിനകത്താണ് അത് ഒഴിച്ചു തന്നു. അയാള് ഒരു വലിയ വണ്ണമുള്ള ഒരാളാ, വലിയ കുടവയറും ഒക്കെ ഉള്ള ഒരാളാണ്, അബൂബക്കർ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഞങ്ങളുടെ ഒരു പരിചയക്കാരിയും കൂടെ ഉണ്ടായിരുന്നു, ഒഴിച്ചു തന്നു. അപ്പോൾ അത് ഞങ്ങൾ 2 പേരും കൂടെ ഒരു ശകലം കുടിച്ചിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അറിഞ്ഞൂടാത്ത സ്ഥാപനത്തില് ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ കയറി. ഇതുവരെ പോയിട്ടില്ല, സ്പ്രൈറ്റ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല. അതിന്റെ പേരിലാണ് യോഗത്തിൽ പങ്കെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയാക്കുന്നത്, അതിന്റെ പേരിൽ പിരിവ് നടത്തി എന്ന് പറയുന്നത്. താങ്കള് മുസ്ലിം ലീഗ് അതിന് ശ്രമിച്ചു, അതിലൊരു ബോർഡ് അംഗമായിരുന്നു എന്നാണ്. ലീഗ് മുസ്ലിം ലീഗ് ആ ട്രസ്റ്റിനെ മറികടക്കാൻ ശ്രമിച്ചു, വ്യാജരേഖകളുണ്ടെങ്കിൽ അതിൽ താങ്കൾ അംഗമായിരുന്നു എന്നാണ് ആത്മഹത്യ. അങ്ങനെയല്ല മുസ്ലിം ലീഗിന്റെ, എനിക്കറിയത്തില്ല. അങ്ങനെയല്ല ഇത് പറഞ്ഞേക്കുന്നേ. ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് തട്ടിയെടുക്കാൻ പോയെന്നോ? ഞാനൊന്നും തട്ടിയെടുക്കാൻ പോയിട്ടില്ല. ഞാൻ മുസ്ലിം ലീഗ് അല്ല. ഒന്നാമത് എനിക്ക് ആ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലേ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്റെ മോളാണ് മുസ്ലിം ലീഗിന്റെ നേതാവ്, ഞാനായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഇംഗിതത്തിന് വൈകിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലേ. വെറുതെ എന്താ പറയാ നിങ്ങള്? എല്ലാ കേസും കമാൽ പാഷയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതായിരുന്നു. കമാൽ പാഷ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നെ പ്രതിയാക്കിയത്. കാന്തപുരം ഉസ്താദ് എന്നെഴുതിയത് കണ്ടുകൊണ്ട് മാറ്റിവെച്ച കേസ് കമാൽ പാഷ എഴുതാൻ തുടങ്ങി. ഇനിയിപ്പം മൂപ്പര പുസ്തകം കിട്ടണമെങ്കിൽ 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. മൂപ്പര എഴുതണ്ടെന്ന് വിചാരിച്ചതാണ്. എഴുതാൻ മാത്രം ഒന്നുമില്ല, എഴുതിയാൽ തന്നെ മൂപ്പർക്കെതിരാണ് എഴുതേണ്ടി വരിക. അങ്ങനെ എഴുതിയാൽ കുടുങ്ങുമെന്ന് കരുതിയിട്ടാണ് എഴുതാതെ മാറ്റിവെച്ചത്. പക്ഷേ കാന്തപുരം ഉസ്താദ് ആദർശ ധീരനല്ലേ, കാന്തപുരം ഉസ്താദ് ധീരനല്ലേ. ആരെന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും അത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്ത ഒരാളല്ലല്ലോ കാന്തപുരം ഉസ്താദ്. അതങ്ങ് തുറന്നു പറഞ്ഞപ്പോ കമാൽ പാഷക്ക് ചൊറിഞ്ഞു കയറി. ഇപ്പൊ അത് റെക്കോർഡായിട്ട് എഴുതി വെച്ചേക്കല്ലേ, സാരമില്ല, അതേ എഴുതിക്കോട്ടെ. ഞാനും എഴുതുന്നുണ്ട്, എൻ്റെ സർവീസ് സ്റ്റോറി തീർന്നിരിക്കുകയായിരുന്നു മലയാളത്തിൽ. ഇത് ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് കേസുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എനിക്ക് 2 ദിവസം ചിലവാക്കണമെന്നുള്ളേ ഉള്ളൂ. അത് ഞാൻ വിശദമായിട്ട് ഞാൻ അതിലങ്ങ് എഴുതും, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം അത് റെക്കോർഡായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതായാലും ഇത് മുമ്പേ വന്നത് നന്നായി. ഞാനത് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു പോയിരുന്നെങ്കിൽ ഇതെനിക്ക് പറയാനൊരു വേദി കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ഏതായാലും അതിനൊരു വേദി ഉണ്ടായി. കമാൽ പാഷ പറയാ, ഞാൻ മാറ്റിവെച്ച കേസ് ഇനിയും എടുത്തെഴുതും. ഇനി എഴുതാൻ പോകുന്നത് മാറ്റിവെച്ച കേസല്ല, ഇനി എഴുതാൻ പോകുന്നത് സത്യവുമല്ല. കാന്തപുരം ഉസ്താദിനോടുള്ള പ്രതികാരം കൊണ്ട് കാന്തപുരം ഉസ്താദിനെ എങ്ങനെയാണോ പ്രതിയാക്കാൻ ശ്രമിച്ചത്, ആരുടെ സമ്മർദ്ദം മൂലമാണോ പ്രതിയാക്കാൻ ശ്രമിച്ചത്, അതുപോലൊരു കഥയുണ്ടാക്കി പ്രസിദ്ധീകരിക്കും. അതിനകത്തുനിന്ന് എൻ്റെ മുമ്പിൽ ആ കേസ് നടത്തി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, എനിക്കറിഞ്ഞൂടാ. അന്നുള്ളത് തെളിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ തെളിവാകണമെന്നുണ്ടെങ്കിൽ ക്രോസ് വിസ്താരമൊക്കെ നടത്തി, അതായത് വിചാരണയിലേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇത് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നു കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് സത്യമായത് മാത്രമേ ഇതുള്ളൂ കേസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ പ്രതിയാക്കിയത് വളരെ കറക്റ്റാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരം ഉസ്താദിനെ പ്രതിയാക്കാൻ തെളിവുമില്ല എന്നും നിങ്ങൾ പറയുന്നുണ്ട്. കാന്തപുരം ഉസ്താദ് ശിക്ഷിക്കപ്പെടൂല എന്നും നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്താ നിങ്ങൾ എഴുതുക? എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഞാൻ പറയാനുള്ള കാര്യം ആരെക്കുറിച്ചായാലും പറയും. നിങ്ങളുടെ ഭാഗത്താണ് സത്യമായിരുന്നതെങ്കിൽ എത്ര കേസ് ആ കാരണത്താൽ നിങ്ങളുടെ പേരിൽ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട താങ്കൾ എന്തുകൊണ്ട്
അതിൽ നിന്ന് പിന്മാറിയതല്ല. ഹൈക്കോടതി പറഞ്ഞു താങ്കളുടെ വിധി തെറ്റാണെന്ന്, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് താങ്കളെക്കാൾ സീനിയർ ആയിട്ടുള്ള താങ്കൾക്ക് ഉപദേശം നൽകുന്ന ആള് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നതല്ല, ഈ കേസുമായി ഇനി മുന്നോട്ട് പോയാൽ താങ്കളുടെ ഫ്യൂച്ചർ തന്നെ നഷ്ടത്തിലാകും, അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോവേണ്ട കേട്ടോ, നിങ്ങൾ ചെയ്തത് അനീതിയാണ്. എന്തായാലും ചേകന്നൂരിനെ പിന്നെ കണ്ടിട്ടില്ല, ചേകന്നൂർ പിന്നെ ഇല്ല. അപ്പം അതങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരാളുമല്ല പുള്ളി. ഒന്നാമത് പുള്ളി എല്ലാവരും അറിയും. അത് കൂടാതെ അയാൾ ധൈര്യമായിട്ട് ഏത് കാര്യവും വിളിച്ചു പറയുന്നവനായതുകൊണ്ട് അയാൾ അങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളും അല്ല. അപ്പോൾ അയാളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അലിഗേഷൻ. വൻ ഗൂഢാലോചനയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ആരെയൊക്കെയോ സുഖിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ചേകന്നൂർ മൗലവിയുടെ ഭാര്യ അവരുടെ ആ കോടതിയിൽ അവരുടെ മൊഴി ഒക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് വളരെ വിശ്വാസ്യത തോന്നിയതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ വന്നേക്കുന്നത്. ആരെയൊക്കെയോ സുഖിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ പ്രതിയാക്കിയത് അത് നിങ്ങൾക്ക് വല്ലാതെ ദോഷം ചെയ്യും. ആ കേസുമായി മുന്നോട്ട് പോകണ്ട, അതിൽ നിന്ന് പിന്തിരിയലാണ് നല്ലത്. വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർത്തതെന്ന് കമാൽ പാഷ ഹൈക്കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കേസ് വിടലാണ് നല്ലത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കമാൽ പാഷ മനസ്സോടുകൂടി ആ കേസിൽ നിന്ന് ഒഴിവായത്. അതുകൊണ്ടാണ് താങ്കളുടെ വാക്കുകളിൽ വൈരുദ്ധ്യങ്ങൾ വരുന്നത്. ആ വൈരുദ്ധ്യങ്ങളിലൂടെ വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയാതെ പറയുന്നുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. ജനങ്ങൾക്ക് നീതി നടപ്പാക്കേണ്ട നീതിപീഠത്തിലിരുന്ന താങ്കളെ പോലെയുള്ളവർ ഇങ്ങനെയാണ് പെരുമാറിയതെന്ന് ഇപ്പോഴെങ്കിലും വിളിച്ചു പറയുമ്പോൾ അവസാന അത്താണി കോടതിയാണ്, നീതിപീഠമാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ആശങ്കയിലാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.